നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പലപ്പോഴും വിമാനയാത്രകളിൽ അപകടം ഉണ്ടാകുന്നതാണ് ആകാശ ചുഴിയിൽ വിമാനങ്ങൾ പെടുന്നത്. ചൊവ്വാഴ്ച രാവിലെയും തായ്ലാന്റിൽ നിന്ന് ന്യൂഡൽഹിയിലേക്കുള്ള എയർ ഇന്ത്യ വിമാനം ആകാശ ചുഴിയിൽ പെട്ടു എന്നുള്ള വളരെ നടുക്കുന്ന വാർത്തയാണ് പുറത്തു വരുന്നത്. പക്ഷേ എല്ലാവരും സുരക്ഷിതരാണ്. ഇതേ തുടർന്ന് ശക്തമായ കാറ്റിലും കുലുക്കത്തിലും നിരവധി യാത്രക്കാർക്കും ജീവനക്കാർക്കുമാണ് നിസ്സാര പരിക്കേറ്റത്. ഫുക്കറ്റിൽ നിന്ന് ന്യൂഡൽഹിയിലേക്ക് പറക്കുന്ന AI-2379 എന്ന വിമാനമാണ് ആകാശ ചുഴിയിൽപ്പെട്ടത്. വിമാനം ഡൽഹി ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഇറങ്ങുന്നതിനിടെയായിരുന്നു അപകടം. വിമാനത്തിന്റെ ഉയരത്തിൽ പെട്ടെന്നുണ്ടായ മാറ്റമാണ് അപകടത്തിന് കാരണമായത്. എയർബസ് A320 ഇനത്തിൽപ്പെട്ട വിമാനത്തിൽ 134 യാത്രക്കാരാണ് ഉണ്ടായിരുന്നത്. രാവിലെ 11 മണിക്ക് ശേഷമാണ് വിമാനം ഡൽഹിയിൽ ലാൻഡ് ചെയ്തത്. പരിക്കേറ്റ 10ഓളം യാത്രക്കാരെയും 2 ജീവനക്കാരെയും വിമാനത്താവളത്തിലെ മേദാന്ത മെഡിക്കൽ സെന്ററിലേക്ക് മാറ്റി പരിശോധനയ്ക്കും ചികിത്സയ്ക്കും വിധേയരാക്കി. വലിയൊരു കുലുക്കത്തോടെ വിമാനം പെട്ടെന്ന് നിയന്ത്രിക്കാൻ കഴിയാതെ വരികയായിരുന്നു. ഏകദേശം 3-4 മിനിറ്റിലധികം വിമാനം ആകാശത്ത് നിയന്ത്രണമില്ലാതെ ആടിയുലയുകയായിരുന്നു. ഇതോടെ യാത്രക്കാർ സീറ്റിൽ നിന്ന് തെറിച്ചു വീഴുകയും പരിക്കേൽക്കുകയുമായിരുന്നുവെന്നാണ് വിവരം. ശക്തമായ ആകാശ ചുഴിയിൽപ്പെട്ടതിന്റെ ആഘാതത്തിൽ വിമാനത്തിന്റെ ക്യാബിൻ സീലിംഗിൽ വിള്ളൽ വീണതിന്റെ ദൃശ്യങ്ങളും സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. പിന്നീട് ഡൽഹിയിൽ വിമാനം സുരക്ഷിതമായി ലാൻഡ് ചെയ്തതായും പരിക്കേറ്റ യാത്രക്കാരെ വിമാനത്താവളത്തിലെ മെഡിക്കൽ സെന്ററിൽ പ്രവേശിപ്പിച്ച് പ്രാഥമിക ചികിത്സ ലഭ്യമാക്കിയതായും എയർ ഇന്ത്യ അറിയിച്ചു. യാത്രക്കാരുടെയും ജീവനക്കാരുടെയും സുരക്ഷയ്ക്കാണ് മുൻഗണന നൽകുന്നതെന്നും സംഭവത്തെക്കുറിച്ച് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ടെന്നും അധികൃതർ വ്യക്തമാക്കി. അതേസമയം സംഭവത്തിൽ എയർ ഇന്ത്യക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നാണ് യാത്രക്കാർ അറിയിച്ചിരിക്കുന്നത്. ഇതുവരെ ഗുരുതരമായ പരിക്കുകളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നാണ് എയർ ഇന്ത്യ അറിയിച്ചിരിക്കുന്നത്. വൈദ്യ പരിശോധന ആവശ്യമായ നിസ്സാര പരിക്കുകളേറ്റ ചില യാത്രക്കാരെയും ക്രൂ അംഗങ്ങളെയും എയർ ഇന്ത്യയുടെ എയർപോർട്ട് ടീമും മെഡിക്കൽ സംഘവും മുൻകരുതൽ പരിശോധനയ്ക്കും പരിചരണത്തിനുമായി എയർപോർട്ടിലെ മെഡിക്കൽ കേന്ദ്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതേസമയം യാത്രക്കാരുടെയും ക്രൂ അംഗങ്ങളുടെയും സുരക്ഷയ്ക്കും ക്ഷേമത്തിനുമാണ് എയർ ഇന്ത്യ എപ്പോഴും പ്രഥമ പരിഗണന നൽകുന്നതെന്നും എയർ ഇന്ത്യ വക്താവ് അറിയിച്ചു. പരിക്കേറ്റവർക്ക് ആവശ്യമായ എല്ലാ പിന്തുണയും നൽകി വരുന്നുണ്ടെന്നും അന്വേഷണത്തിന്റെ ഭാഗമായി ബന്ധപ്പെട്ട അധികാരികളുമായി പൂർണ്ണമായും സഹകരിക്കുന്നുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അന്തരീക്ഷ വായു പ്രവാഹത്തിൽ ഉണ്ടാകുന്ന ശക്തമായ വ്യതിയാനമാണ് ആകാശ ചുഴി, അല്ലെങ്കിൽ എയർ പോക്കറ്റ് എന്നോ ക്ലിയർ എയർ ടർബുലൻസ് എന്നോ ഇതിനെ പറയും. നേർരേഖയിൽ സഞ്ചരിക്കുന്ന കാറ്റിന്റെ ഗതി പെട്ടെന്ന് താഴേക്ക് തിരിയുന്ന ഈ അവസ്ഥയിൽ വിമാനങ്ങളുടെ നിയന്ത്രണം നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. ഭാരവും വേഗവും ഊഷ്മാവുമുള്ള വായുവും അവ കുറഞ്ഞ വായുവും തമ്മിൽ കൂടിച്ചേരുമ്പോൾ ഉണ്ടാകുന്നു. മേഘങ്ങളോ മറ്റു മുന്നറിയിപ്പുകളോ ഇല്ലാതെ അന്തരീക്ഷത്തിൽ പെട്ടെന്ന് രൂപപ്പെടുന്നു. ആഗോളതലത്തിലുള്ള കാലാവസ്ഥാ മാറ്റങ്ങൾ കാരണം ഇത്തരം പ്രതിഭാസങ്ങൾ ഇപ്പോൾ വർദ്ധിച്ചു വരുന്നു. വിമാനങ്ങൾ പെട്ടെന്ന് താഴേക്ക് പതിക്കുന്നത് പോലെയുള്ള ശക്തമായ കുലുക്കമുണ്ടാകും. സീറ്റ് ബെൽറ്റ് ധരിക്കാത്ത യാത്രക്കാർക്കും ജീവനക്കാർക്കും ഗുരുതരമായി പരിക്കേൽക്കാനും ഇത് കാരണമാകാം.